ഗായത്രി, കേരള വിഷൻ ന്യൂസ്. ഇടുക്കി കട്ടപ്പന സുവർണഗിരിയിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ബാബുവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. വെള്ളിയാഴ്ച രാത്രിയാണ് ഭാര്യ വീട്ടിലെത്തിയ കക്കാട്ടുകട സ്വദേശി കളപ്പുരയ്ക്കൽ സുബിനെ പ്രതി കോടാലി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത്. ഗർഭിണിയായ ഭാര്യയെ കാണാൻ എത്തിയതാണ് ഇലക്ട്രിക്കൽ ജോലിക്കാരനായ സുബിൻ. വഴിയരികിൽ കാറ് പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവഴി വന്ന പ്രതി ബാബു അസഭ്യം പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. ഇതിനു പിന്നാലെയാണ് ബാബു ഇയാളുടെ വീടിനുള്ളിൽ നിന്ന് കോടാലിയെടുത്ത് സുബിനെ അടിച്ചത്. അടികൊണ്ട് നിലത്ത് വീണ സുബിന്റെ തലയ്ക്ക് വീണ്ടും കോടാലി കൊണ്ട് ആഞ്ഞടിച്ചു. സുബിന്റെ ഭാര്യാ സഹോദരിയുടെ മുൻപിൽ വെച്ചായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഞാൻ ഓടി വന്നപ്പോഴത്തേന് അവൻ ബ്ലഡിൽ കുടിച്ച് കിടക്കുകയാണ്. തലക്കെട്ട് വെട്ടേറ്റ് കിടക്കുന്ന ഭാഗമാണ്. ഞാൻ ഓടി വന്നപ്പോൾ എടുത്ത് പൊക്കി മടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചെവി കൂടെ മുക്കി കൂടെ ബ്ലഡ് വന്നു. ആള് അന്നേരം പോയി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാബുവിനെ പിന്നീട് അതിസാഹസമായിട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ബലപ്രയോഗത്തിനിടെ എസ്ഐക്കും കോടാലി കൊണ്ട് വെട്ടേറ്റിരുന്നു. ഇന്ന് രാവിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി തെളിവുകൾ ശേഖരിച്ചു. തുടർന്ന് വൈകിട്ട് 4:30 പ്രതി ബാബുവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യാതൊരു കുറ്റബോധവുമില്ലാതെ നടന്ന സംഭവങ്ങൾ ഇയാൾ പോലീസിനോട് വിവരിച്ചു. ലഹരി ഉപയോഗിച്ച ശേഷം ബാബു ആളുകളെ ആക്രമിക്കുന്നതും അസഭ്യം പറയുന്നതും സ്ഥിരമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. കട്ടപ്പന ഡിവൈഎസ്പി PV ബേബിയുടെ നേതൃത്വത്തിൽ SHO N സുരേഷ് കുമാറും സംഘവുമാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കാൻ KSRTCയുടെ സ്വിഫ്റ്റ് ബസ് നിർമ്മിച്ച് കാത്തിരിക്കുകയാണ് തൃശൂർ മതിലകം സ്വദേശി സൈനുൽ ആബിദ് എന്ന 17-കാരൻ. കരവിരുതും ഭാവനയും സമന്വയിപ്പിച്ചാണ് മിനിയേച്ചർ ബസിന്റെ നിർമ്മിതി.